ഗായ്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ദോശയും ചിക്കൻ കറിയാണ്. തലേ ദിവസം വെച്ച ചിക്കൻ കറി. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കണം, പിന്നെ ചായ വെക്കണം. അപ്പോൾ ഇന്നത്തെ പരിപാടികൾ അതൊക്കെയാണ്. ജോലിയുള്ളൊരു ദിവസമാണ്, അപ്പോൾ ജോലിക്ക് പോകണം. അപ്പോൾ പോകുന്നതിന് മുന്നുള്ള പണിത്തിരക്കും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എൻ്റെ വണ്ടി പണി മുടക്കിയേക്കാണ്, അപ്പോൾ ബസ്സിൽ വേണം പോവാൻ. ഹലോ, അങ്ങനെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. ഇനി ക്ലാസ്സിൽ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ സമയം ഇപ്പോൾ 7:05 കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഒരു 7:30 ആവുമ്പോഴത്തേനും ഇവിടെ നിന്ന് ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും ക്ലാസ്സിലേക്ക് എത്തും. 8 മണി 8:15 ആകുമ്പോഴത്തേനും ക്ലാസ്സിലേക്ക് എത്തും. അവിടെ നിന്ന് പോയിട്ട് ബസ് കിട്ടുന്നതിനനുസരിച്ചിരിക്കും. അപ്പോൾ ഇനി പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. അങ്ങനെ ഞാനിവിടെ ക്ലാസ്സിലെത്തി. വരുന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, നല്ല മഴയായിരുന്നു. അപ്പോൾ എനിക്ക് ടൈമിന് ക്ലാസ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ മഴക്കോട്ട് ഇട്ടിട്ട്, എനിക്ക് എൻ്റെ കയ്യിൽ കുട ഉണ്ടായിരുന്നില്ല. വണ്ടിയുമ്പോൾ പോകുന്ന കാരണം കൊണ്ട് കുട മേടിച്ച് വെച്ചിട്ടില്ല. പഴയ കുട ഉണ്ടായിരുന്നു, അത് ചീത്തയായി. അപ്പോൾ അത് കാരണം ഞാൻ മഴക്കോട്ട് ഇട്ടിട്ട് റോഡ് വരെ വന്നു. എന്നിട്ട് അങ്ങനെ ബസ്സിൽ കയറിയിട്ട് ഇവിടെ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. ക്ലാസ്സിലെത്തി. ഇപ്പം മഴ കുറച്ച് കുറവുണ്ട്, വലിയ കാര്യമായിട്ടുള്ള മഴയില്ല, ചെറുതായിട്ട് ചാറണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ക്ലാസ്സിലെത്തി. ഇവിടുത്തെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിന് ശേഷമാണ് കേട്ടോ ഞാൻ വ്ളോഗ് എടുത്തുകൊണ്ടിരുന്നിരുന്നു അല്ലേന്ന് ഓർമ്മ വന്നു. പക്ഷെ മഴയും കാര്യങ്ങളൊക്കെ ആയ കാരണം കൊണ്ടേ പിന്നെ ടൈമിന് ഇങ്ങോട്ട് എത്താൻ പറ്റണമല്ലോ എന്നുള്ള കാര്യം കൊണ്ടും വ്ളോഗ് എടുക്കുന്ന കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടുപോയി. പിന്നെ മഴയത്ത് ഫോണും കൈ പിടിച്ചിട്ടാണ് നടക്കാനും പറ്റില്ലല്ലോ. കുട ഉണ്ടായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇനി ക്ലാസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോഴത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ഇവിടെ ഭയങ്കര നായ്ക്കളുടെ ശല്യം ഉണ്ട് കേട്ടോ. അവിടെ തൊട്ടപ്പുറത്ത് മണ്ഡപമാണ്. ആ മണ്ഡപത്തിൽ നിന്ന് നായ്ക്കൾ ഇറങ്ങി പോകുന്നതാണ് കാണുന്നത്. ഒരുപാടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ പേടിയാവും. അപ്പം നമ്മുടെ ക്ലാസിക്കലിൻ്റെ സ്റ്റുഡൻ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. മനസ്വി കുട്ടി, ഹായ്. അവൾക്ക് മലയാളം ശരിക്കും അറിയില്ല കേട്ടോ. അവർ എന്താണ് എന്ത് ഭാഷ പറയുക? മറാഠിയോ? മറാഠിയാണ് അവർ പറയുക. അതെനിക്കും അറിയില്ല. കുറേശ്ശെ മലയാളം മനസ്സിലാവും കേട്ടോ. അപ്പോൾ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്ന? നഴ്സറിയിൽ പോവാണോ? നഴ്സറിയിൽ പോവാണ് അവൾ. അപ്പോൾ ടീച്ചർ വന്നാൽ ക്ലാസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങും. അങ്ങനെ ക്ലാസിക്കലിൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വെസ്റ്റേണിൻ്റെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അധികം നേരം ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഇരുന്നില്ലെന്ന്. എനിക്ക് തലവേദന ഉണ്ടായിരുന്നു, മൈഗ്രെയിൻ ഉള്ളതാണ്. അപ്പോൾ സൗണ്ട് ഓവറായിട്ട് കേട്ട് കഴിഞ്ഞാൽ വീണ്ടും തലവേദന കൂടുക. അത് കാരണം ഞാൻ പുറത്തിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ശങ്കരേട്ടൻ വന്നിട്ടുണ്ട്, പണിയില്ലാതെ വന്നിട്ടുണ്ട് ആൾ. അപ്പോൾ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനത്തെ ഞങ്ങളുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ഫുഡ് കഴിക്കാൻ കേട്ടാ. ശങ്കരേട്ടൻ വന്നിട്ടുണ്ട്. ഹായ് പറയോ? ചിക്കൻ്റെ കാലൊക്കെ മേടിച്ചിട്ട് ഹായ് പറയണ ഒരാള്. ഞാൻ ചിക്കൻ കറി വെച്ചതിൽ ലെഗ് പീസ് ശങ്കരേട്ട് കൊണ്ടു കൊടുത്തതാട്ടാ. എങ്ങനെയുണ്ട്? കഴിച്ചു നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്ക്. സൂപ്പറായിട്ടുണ്ട്. ശരിക്കും ടേസ്റ്റ് ആയിണ്ടോ? ടേസ്റ്റ് ഉണ്ട്. ആള് ചോറാണ് കഴിക്കുന്നത്. എനിക്ക് രാവിലത്തേക്ക് ഉച്ചയ്ക്കും വൈകുന്നേരത്തേക്ക് ഇന്ന് ദോശയാണ്. തുടങ്ങാം. അല്ലാണ്ട് ഏതൊരു വ്യക്തിക്ക് ദുശീലുണ്ടാവും, ചിലർക്ക് തിന്നണതാവും. അത് ദുശീല. അതിന് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഭയങ്കര മഴയാണ്. ഇന്ന് ഞാൻ വൈകിട്ട് എങ്ങനെ വീട്ടിലേക്ക് പോകുമെന്ന് എനിക്കറിയാത്ത ഈ മഴയത്ത്. കൊടയില്ല, കോട്ടിട്ടിട്ട് തന്നെ ബസ് സ്റ്റോപ്പിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ശങ്കരേട്ട ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞു. ഫ്ലിപ്പിൻ്റെ ക്ലാസ് തുടങ്ങിയിട്ട് മുന്നേ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്നലെ എടുത്തൊരു വീഡിയോ ഉണ്ട്, ഈവനിങ് വ്ളോഗ് ഉണ്ട്. അത് എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യണം യൂട്യൂബിൽ. അപ്പോൾ ഞാനത് എഡിറ്റ് ചെയ്യട്ടെ. ഇനി ഫ്ലിപ്പിൻ്റെ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവരെന്നെ കാണിച്ചു തരാം കേട്ടോ. സൈൻ ചെയ്യുന്നില്ലേ? അല്ല, പേരെഴുതിട്ടില്ല. പേരെഴുതിട്ടില്ല.
വേണ്ട. അങ്ങനെ ഫ്ലിപ്പിൻ്റെ ക്ലാസ്സിൻ്റെ കുട്ടികളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഒരു ഹായ് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വേറൊരാളും കൂടി വന്നു കേട്ടോ. വേറെ ആരല്ല, നമ്മുടെ സുരേഷ് ചേട്ടനാണ്. ആൾ ഈ വ്ളോഗ് എങ്ങാനും കാണുമ്പോൾ വിചാരിക്കും ഇതെങ്ങനെ ഇപ്പോൾ എന്നെ എടുത്തിട്ടാ ഈ വീഡിയോയിൽ എന്ന് വിചാരിക്കും. പറയുമ്പോ ചാനലിന്റെ പേര് കൂടി പറയണോ? തൃശ്ശൂർക്കാരി വ്ളോഗ്സ്. അയ്യേ, ക്ലാസ്സിലൊക്കെ നിന്ന് കൊടന്ന് വർത്തുന്ന ഇത്. ക്ലാസ്സിലെല്ലാം മഴ പെയ്യണ്ടടാ. അങ്ങനെ സാന്ദ്ര കീറിയ സോക്സ് മാറ്റി പുതിയ സോക്സ് ഇട്ടിരിക്കുന്നു ഗൈസ്. എൻ്റെ പൊന്നെ, പുതിയ സോക്സ് അടിപൊളിയാണല്ലോ. അതെ, പുതിയത് മേടിച്ചതല്ലേ അല്ലേ? കുട്ടികളങ്ങനെ സൈൻ ചെയ്യുന്നുണ്ട്. ഇൻ ടൈമും ഔട്ട് ടൈമും എഴുതി സൈൻ ചെയ്യാറുണ്ട്. അപ്പോൾ അവർ സൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും വീഡിയോ എടുക്കുന്നുണ്ട് അല്ലേ എന്ന് ചോദിക്കുക അവർ. ചാടി ചാടി പോ. ഓക്കേ, സെറ്റ് സെറ്റ്. സങ്കടത്തോടെയാണോ ഹായ്? ഉഷാറായിട്ട് ഹായ് പറഞ്ഞേ. എന്തവിടെ എന്തവിടെ? വീഡിയോ ആണോ?
ക്ലാസ് കഴിഞ്ഞോ പക്ഷേ അദ്വൈത് ശരിക്കും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അദ്വൈതം മുഖം മറിച്ച് പോണത്. അല്ല കനസ്, അദ്വൈത് ശരിക്കും ചെയ്തിട്ടില്ല അല്ലേ? ആ ചെയ്താ? ആ ആ കുറച്ചുകൂടെ ഉറക്ക സബ്സ്ക്രൈബ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഉറക്ക പറയണ്ടത്. സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക് ചെയ്യാ, ഡിസ്ലൈക്ക് ചെയ്യാ. ഡിസ്ലൈക്ക് ചെയ്യാന്ന് പറയണൊക്കെ ലൈക്ക് ചെയ്യാ ഡിസ്ലൈക്ക് ചെയ്യാന്ന്. വെള്ളം കുടിക്കുമ്പോ ചിരിക്കാൻ പാടില്ലടാ. ആ എല്ലാരും നാളെ വരില്ലേ? ആ പിച്ച് കാണിച്ചിട്ടല്ലോ. പിടിക്കാണ്ട് അവള് ഇങ്ങനെ ഒരാളെ തീരെ കണ്ടിട്ടുണ്ടോ? ഡിസ്ലൈക്ക് ചെയ്യണം കേട്ടാ. ഓടാ മറ്റേ ഇങ്ങനെ ഡാൻസ് കളിക്കില്ല അതേപോലെ ആ ബിൽഡിങ് ഇടിച്ചു പൊളിച്ച് കളയാനുള്ള പരിപാടിയാണ്. ഞങ്ങൾ പോട്ടെ, നാളെ കാണാം. ഓക്കെ, അങ്ങനെ ഞങ്ങളിതാ പോകുന്നു. എൻ്റെ അനിയത്തിൻ്റെ വണ്ടിയുടെ മുകളിലാട്ടാ പോണത്. അവള് അപ്രതീക്ഷിതമായിട്ട് ഇവിടെ വന്നു. പിന്നെ അവളുടെ വണ്ടിയുടെ മുകളിൽ പോവാന്ന് വിചാരിച്ച് ആ കറണ്ട് ബില്ല് അടയ്ക്കണം. അപ്പം ഞങ്ങൾ പോവാണ്. ശ്രീധരേട്ട കട അടച്ചു. ഡയലോഗ് പറയൂട്ടാ, അതിനപ്പം തന്നെ പറയട്ടെ. ജീവനോടെ എന്നെ ഇവിടെ താങ്ക് യു. ജീവനോടെ ഇവിടെ എത്തിച്ചതിന് താങ്ക് യു. എൻ്റെ വണ്ടി ഇതേ ഇവിടെ ഇരിക്കണു. ഒരു ഉപകാരമില്ലുണ്ട്. 2 ദിവസമായി ഞാൻ ബസ്സിലും ഒക്കെ ആയിട്ട് പോകണു. വണ്ടി നേരെയാക്കാൻ ആള് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വന്ന് നേരെയാക്കാൻ നാളെ തൊട്ട് വണ്ടിയും തന്നെ പോവായിരുന്നു. അയ്യോ ഇവളുടെ കൂടെ വേണ്ട റോഡിൽ പോലെ എളുപ്പമല്ല കേട്ടോ. എനിക്ക് പേടിയിട്ട്. ഒന്നാമത്തത് ഇവിടെ ഇരുന്നിട്ട് എനിക്കിരിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല സീറ്റുമ്മേ. അത് വലിയ കാര്യം. ഞാൻ എങ്ങനെയൊക്കെയോ പിടിച്ചിരുന്നു, കഷ്ടപ്പെട്ട് പിടിച്ചെൻ്റെ മുടിയൊക്കെ നോക്ക് കാരണത് പറന്നിട്ട് എനിക്ക് ശ്വാസം. എൻ്റെ വണ്ടിയുടെ ബാക്കിലിരിക്കുന്ന എക്സ്പീരിയൻസ് ഭയങ്കര മോശമായിരുന്നു സത്യം പറയല്ലേ. പേടിച്ചിട്ട് കുറച്ച് സ്പീഡ് കൂടുതലല്ലേ. ഞാൻ പോകുന്നത് 30-35 അതിലാണ്. ഇവള് 40-45 മിനിമം സ്പീഡിൽ ഇവള് പോണത്. പക്ഷെ ഞാൻ സ്പീഡ് കുറവായ കാരണം കൊണ്ട് ഇവള് ഓടിക്കുമ്പോൾ ഭയങ്കര സ്പീഡ് പോലെ തോന്നുകയാണ്. പക്ഷെ അത് എന്താ പറയാ, സ്പീഡിൽ പോയി കഴിഞ്ഞാൽ നീ എവിടെ എത്താനാ? സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ആ മേളിലോട്ട് പെട്ടെന്ന്. ആ അതിവിടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഏകദേശം 5:30-6 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. 5:46 ആയിട്ടുണ്ട്. അപ്പം ഇനി പണികളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വണ്ടി നേരെയാക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ വരികയാണ് വെച്ചിങ്ങനെ വണ്ടി നേരെയാക്കണം. രാധാകൃഷ്ണേട്ടൻ ഞാൻ പറഞ്ഞു വിടാമെന്ന് ശങ്കരേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വരികയാണ് വെച്ചിങ്ങനെ വണ്ടി നേരെയാക്കും. അപ്പം നാളെ തൊട്ട് വണ്ടിയിൽ പോവാം. അതല്ലെങ്കിൽ വീണ്ടും ഞാൻ ബസ്സിൽ തന്നെ പോകണം. നാളെ ക്ലാസ് ഉണ്ടോയെന്ന് അറിയില്ല. ഗ്രൂപ്പിൽ പറയുക, എപ്പോഴും അറിയുള്ളൂ. അപ്പോൾ നീ വീട്ടിൽ പോയിട്ട് പണികൾ ചെയ്യട്ടോ. ഓക്കെ, നീ പോയിട്ട് നിൻ്റെ വീട്ടിലെ പണികൾ ചെയ്തോ. ഓക്കെ, ബൈ.